ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാലിക്കറ്റ് പോവാണ്. ഞാനും സുജിയും കൂടിയാണ് പോകുന്നത്. ആക്ച്വലി നമ്മൾ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് കൂടിയിട്ട് പോകണം, നമ്മൾ ഫ്രണ്ട്സ് ഒന്നാകെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. പല റീസൺസ് കൊണ്ട് അത് മുടങ്ങിപ്പോയി. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷേ ആദ്യം എനിക്ക് നമ്മുടെ പല്ലിൻ്റെ ക്ലിപ്പുണ്ടല്ലോ, ക്ലിപ്പിൻ്റെ റീറ്റൈനർ ഒന്ന് ടൈറ്റ് ആക്കണമായിരുന്നു. അപ്പോൾ കുറ്റിപ്പുറത്ത് തന്നെയാണ്, ആർച്ച് ഡെൻ്റൽ കെയറിലാണ് ഞാൻ ക്ലിപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് റീറ്റൈനർ ലൂസായിരുന്നു കുറച്ച്, അപ്പോൾ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അത് ഒരു 5-10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. റെയിൽവേ സ്റ്റേഷനിലിരുന്ന് 11:20 ട്രെയിനാണ് കേട്ടോ പോയത്. അപ്പോൾ അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം വർക്കിംഗ് ഡേയ്സ് ആണല്ലോ, കോളേജസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് അത്യാവശ്യം റഷൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു. നമ്മൾ ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ട്രെയിൻ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനത്തെ ട്രെയിൻ വന്നു. ട്രെയിനിൽ നിന്ന സമയത്ത് ഫറോക്കൊക്കെ എത്തിയ സമയത്ത് സുജി പറഞ്ഞു നമുക്ക് മാളിൽ കയറിയല്ലോ എന്ന് വെച്ചപ്പോൾ നമ്മളെ പ്ലാനിൽ മാൾ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പിന്നെ സുജി പറഞ്ഞു നമ്മൾ ലുലു മാളൊന്ന് കയറാം, ജസ്റ്റ് കയറാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കാണെങ്കിൽ 4:10 ട്രെയിൻ തിരിച്ച് വന്നപ്പോൾ സമയമുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ ടൈം ഉള്ളത് കൊണ്ട് നമ്മൾ പിന്നെ ഫസ്റ്റ് ലുലു മാൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങി കുറച്ച് നടന്ന് എന്നിട്ട് പിന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് നമ്മൾ ഓട്ടോ വിളിച്ച് പോകാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയപ്പോഴത്തേക്കും സ്റ്റേഷനിൽ പിന്നെയും കുറച്ച് അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പം നമ്മൾ ഒരു ഓട്ടോ വിളിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കുറച്ചങ്ങോട്ട് നടന്നതിന് ശേഷം ഒരു ഓട്ടോ സ്റ്റാൻഡ് കണ്ടു. അപ്പോഴാണ് പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ചത്. അവൾ പറഞ്ഞു സ്റ്റേഷൻ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുള്ളൂ എന്ന്. പക്ഷേ നടക്കാൻ പിന്നെ ഒരു ഉച്ച സമയമായിരുന്നു, പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു, പിന്നെ നടക്കാൻ നല്ല മടിയുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഓട്ടോ വിളിക്കാമെന്ന് വിചാരിച്ചു. അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും നമ്മൾ ഓട്ടോ വിളിച്ച് പിന്നെ പോയി.
അങ്ങനെ നമ്മളവിടെ അത്യാവശ്യമൊക്കെ നടന്ന് കണ്ടുട്ടോ. അപ്പോഴാണ് നമ്മളവിടെ ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട് ഒരു ഫൗണ്ടേഷൻ ഷെയ്ഡ്, എനിക്കിപ്പോഴും കറക്റ്റ് ഫൗണ്ടേഷൻ ഷെയ്ഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ഷോപ്പിലെ ഒരു ചേച്ചിയോട് ചോദിച്ചിട്ട് അങ്ങനെ കറക്റ്റ് ഫൗണ്ടേഷൻ ഷെയ്ഡ് സെലക്ട് ചെയ്യണ്ട. കുറേ ആയി എന്ന് വെച്ചാൽ കുറേ ആയി ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കറക്റ്റായിട്ട് നമുക്ക് ഈ ഓൺലൈനായിട്ട് ഇതാകുമ്പോഴത്തേക്കും നമുക്കത് മാച്ചിങ് ആയിക്കോളുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ആ എക്സ്പേർട്ടിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കറക്റ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ഓരോ ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് ഷെയ്ഡ് മാറും. അപ്പോൾ അത് കളർ ബാർ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ബ്രാൻഡിൻ്റെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അതിലൊരു ഷെയ്ഡ് കിട്ടി. സപ്പോസ് നമ്മൾക്ക് അത് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രാൻഡ് മാറുമ്പോഴത്തേക്കും നമുക്ക് വേറെ ഷെയ്ഡായിരിക്കും വരിക. പക്ഷേ കളർ ബാറിൻ്റെ ഷെയ്ഡ് എന്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഫൗണ്ടേഷന്. സംഭവം പക്ഷേ നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. 24 hours ലോങ് ലാസ്റ്റിംഗ് ആണ്. അത്യാവശ്യം അടിപൊളിയാണ് സംഭവം.
നമ്മൾ ലുലു മാളിൽ നിന്ന് പിന്നെ നേരെ ഒരു ഓട്ടോ വിളിച്ച് റിട്ടേൺ വന്നു കേട്ടോ. പിന്നെ മിഠാത്തെരുവിൻ്റെ അവിടെ കുറച്ച് ഇറങ്ങി നടന്നു. ആ സമയത്താണ് നമുക്ക് പിന്നെ 1:30 സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വിശക്കുമല്ലോ. വിശന്നപ്പോൾ പിന്നെ നമ്മൾ സുജിക്ക് അറിയാവുന്നൊരു കട ഉണ്ട് പറഞ്ഞോളം മുന്നേ അവിടുത്തെ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കടയിലേക്ക് പോവുകയാണ്. വഴിയൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറേ എക്സ്പെക്റ്റേഷനൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ കുറേ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു എങ്ങനത്തെ ആയിരിക്കും ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ആ ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ മീൽസും അടിപൊളിയായിരുന്നു, അതുപോലെ തന്നെ ബിരിയാണിയും. അതായത് മീൽസാണ് ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ ആളുകളും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബിരിയാണിയാണ് ട്രൈ ചെയ്തത്, പക്ഷേ ഒരുവിധം എല്ലാവരും മീൽസാണ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസൊക്കെ മീൽസിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ഒരു രക്ഷയില്ല, അടിപൊളി ബിരിയാണിയായിരുന്നു. ഞങ്ങളൊരു ഫുള്ളാണ്, ഓരോരുത്തരും ഒരു ഫുള്ളാണ് വാങ്ങിച്ചത്. 90 ആണ് വരുന്നത് കേട്ടോ. നോർമൽ പ്രൈസൊക്കെയാണ്. അതിനുശേഷം നമ്മൾ നേരെ മാനാഞ്ചിറ പാർക്കിൽ പോയിരിക്കാൻ വിചാരിച്ചു. കാരണം കഴിച്ച് കഴിഞ്ഞപ്പോൾ 2 മണി 2:15 കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്രയും നേരം പിന്നെ 4:10 വരെ നമുക്ക് ഒരുപാട് ടൈം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് പർച്ചേസിങ്ങിന് ലാസ്റ്റ് ഇറങ്ങാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ ജസ്റ്റ് SM സ്ട്രീറ്റ് ലാസ്റ്റ് പോകാമല്ലോ എന്ന് വെച്ച് നമ്മൾ മാനാഞ്ചിറ പാർക്ക് പോയിട്ട് 10 മിനിറ്റ് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പിന്നെ പാർക്ക് 2:30-ക്കല്ലേ തുറക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ തുറക്കുന്നതിന് മുന്നേയിട്ട് സുജി ഒരു ചൊരണ്ടീസ് വാങ്ങിച്ചു. എനിക്ക് ചൊരണ്ടീസ് വേണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ഉപ്പിലിട്ട മാങ്ങയും ഒരു ഉപ്പിലിട്ട പൈനാപ്പിളാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിക്കണം കേട്ടോ. കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ ചേട്ടൻ്റെ അടുത്ത് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനാണ് എടുത്തത്. ഒരു പൈനാപ്പിളും ഒരു മാംഗോയും എടുത്തോട്ടോ. ശരിക്കും ഞാൻ കോഴിക്കോട് ഒരുപാട് വട്ടം പോയിട്ടുണ്ടെങ്കിലും മാനാഞ്ചിറ പാർക്ക് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പുറത്തു കൂടെ നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ കാണുകയെന്നല്ലാതെ ഉള്ളിലേക്ക് ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. സംഭവം അങ്ങനെ അടിപൊളി എന്ന് പറയാൻ തക്കൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് സീറ്റും കാര്യങ്ങളും കുറച്ച് ഏരിയ ഉണ്ട് ഇരിക്കാനും കാര്യങ്ങളൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പറയാൻ മാത്രം ഒരു വലിയ സംഭവമൊന്നുമില്ല. നല്ല ഓക്കെയാണ്, നമുക്ക് കുറച്ച് നേരം റെസ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ വാങ്ങിച്ച സംഭവമൊക്കെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അതൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മളൊരു 3 മണി 3:15 അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണം SM സ്ട്രീറ്റിൽ ജസ്റ്റ് ഒന്ന് ഡ്രസ്സും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ 4:10 ട്രെയിന്. അപ്പം നമ്മൾ ആ ഒരു ടൈമോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ചങ്ങാതി പറവകൾ ചിറകടിച്ചുയരുകയായി
സുൽത്താൻമാരിനി നമ്മൾ സൽക്കാരമൊരുക്കുമ്പോൾ സുവർഗം ഇങ്ങരികിൽ വരും. മണ്ണും മിന്നും മൂടാനായി മുന്നിൽ മിന്നും നാണ്യങ്ങൾ ദൂരം തായ് മാഞ്ഞില്ലേ കണ്ണീർ കാലമേ. നമ്മൾ തേടും ഭാഗ്യങ്ങൾ കൂടെ കൂടാൻ പോരുമ്പോൾ കാറ്റേ വായിരാവിൽ പെട്ടി പാട്ടുമായി പെയ്യുന്ന നിലാവ് നെയ്യുന്ന കിനാവ് ചെമ്പകപ്പൂങ്കാവ് ഇന്നീ ദുനിയാവ്. പെയ്യുന്ന കിനാവ് നെയ്യുന്ന കിനാവ് ചെമ്പകപ്പൂങ്കാവ് ഇന്നീ ദുനിയാവ്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ട്രെയിൻ ടൈം ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ വൈകിട്ട് സമയമാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല റഷായിരുന്നു. കാരണം കോളേജസും സ്കൂൾസൊക്കെ വിട്ട സമയമായതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. നമ്മൾ ട്രെയിൻ കയറി നമ്മൾ കോഴിക്കോട് ടു താനൂരൊന്നും വരെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല റഷ് ഉണ്ടായിരുന്നു. പിന്നെ താനൂർ എത്തിയപ്പോൾ സുജിയുടെ സ്റ്റേഷൻ എത്തിയപ്പോൾ അവൾ ഇറങ്ങി. അവൾക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തു. പിന്നെ എനിക്ക് തിരൂർ എത്തിയപ്പോൾ സീറ്റ് കിട്ടി. അതുവരെ നമ്മൾ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ തിരൂരെത്തിയ സീറ്റ് കിട്ടി. നമ്മൾ പിന്നെ നേരെ കുറ്റിപ്പുറം വന്ന് ഇറങ്ങി. കുറ്റിപ്പുറത്ത് എത്തിയപ്പോൾ പിന്നെ എൻ്റെ പഠിക്കുള്ള ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിതേ കയറി വേഗം ഓടി കയറി. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടേക്കുള്ള വീടിൻ്റെ അവിടേക്കുള്ള ഒരു ബസ്സാണ് കേട്ടോ. അത് എപ്പോഴെങ്കിലൊക്കെ ഉള്ള ഒരു ബസ്സാണ് അത്. അപ്പോൾ അത് ആ കയറ്റം കയറാതെ കുറേ ആളുകളുള്ളതുകൊണ്ട് അവിടെ നിർത്തി. അപ്പോൾ പിന്നെ അവിടെ ഇറങ്ങി നടന്ന് നേരെ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.